ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്ററാണ്. സെക്കൻഡ് ചാപ്റ്റർ നമുക്കൊരു പോയമാണല്ലേ പഠിക്കാനുള്ളത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് കൊടുത്ത് നോക്കിയ ഒരു ബോക്സിൽ എന്താ കൊടുത്തിട്ടുള്ളത്? ഇമാജിൻ എ വേൾഡ് ഇൻ ജസ്റ്റ് വൺ കളർ. ക്വൈറ്റ് ബോറിംഗ് ഈസിൻറ്റ് ഇറ്റ്? നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. നമ്മളെ വേൾഡ് ഒരു ഒറ്റ കളറാണ്. നമ്മളെ വേൾഡ് ഫുള്ള് ബ്ലാക്ക് ആണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, എങ്ങനെയുണ്ടാവും? ക്വൈറ്റ് ബോറിംഗ് ആയിരിക്കും അല്ലേ, വളരെ ബോറിംഗ് ആയിരിക്കും അല്ലേ. ഈസിൻറ്റ് ഇറ്റ്? അങ്ങനെ തന്നെയല്ലേ? യെസ്. ലക്കിലി അവർ വേൾഡ് ഈസ് ഫിൽഡ് വിത്ത് റിച്ച് വെറൈറ്റി ഓഫ് കളേഴ്സ് ആൻഡ് കൾച്ചേഴ്സ്. ഭാഗ്യവശം നമ്മളുടെ ലോകം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈസ് ഫിൽഡ് വിത്ത് റിച്ച് വെറൈറ്റി ഓഫ് കളേഴ്സ് ആൻഡ് കൾച്ചേഴ്സ്. കളേഴ്സും വ്യത്യസ്തമാർന്ന കളറുകളും അതുപോലെ തന്നെ കൾച്ചേഴ്സും കൊണ്ട് നിറഞ്ഞതാണല്ലേ നമ്മളുടെ ലോകം. ഹിയർ ഈസ് എ സോങ് ദാറ്റ് സെലിബ്രേറ്റ് ദ വെറൈറ്റി. അപ്പോൾ ആ വെറൈറ്റിയെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള സോങ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കറിയാലേ നമ്മുടെ ലോകത്ത് എങ്ങനെയാണ്? ഒരേ കളറാണോ? അല്ല, ഓരോന്നിനും ഓരോ നിറങ്ങളുണ്ട് അല്ലേ. പൂക്കൾക്കും മരങ്ങൾക്കും അതുപോലെ ആകാശത്തിനൊരു നിറമുണ്ട്, മേഘങ്ങൾ. അത് നമ്മളുടെ ലോകത്തുള്ള എല്ലാത്തിനും ഓരോ പ്രത്യേക കളറുകളുണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് പോയം വായിച്ചു നോക്കാം. ദ കളേഴ്സ് ഓഫ് എർത്ത്. ഫസ്റ്റ് ലൈൻ നോക്കൂ. We are made of the colors of earth. Each color is different. Each color is true. എന്താ ഈ വരികളിൽ പറയുന്നത്? വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്. നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്, നമ്മളെ നിർമ്മിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്നാണ് പറയുന്നത്? ഭൂമിയുടെ വിവിധ നിറങ്ങൾ കൊണ്ടാണെന്നാണല്ലേ പറയുന്നത്. വി ആർ ദ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് ദ എർത്ത്. മെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണ്ടാക്കി. മെയ്ക്കിൻ്റെ പാസ്റ്റ് ഫോമാണ് എന്ത്? മെയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെ നിർമ്മിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്? ആ ഭൂമിയുടെ വിവിധ നിറങ്ങൾ കൊണ്ടാണ് നമ്മളെ നിർമ്മിച്ചിരിക്കുന്നതാണല്ലേ ഫസ്റ്റ് ലൈൻ പറയുന്നത്. ദെൻ ഈച്ച് കളർ ഈസ് ഡിഫറെൻറ്റ്. ഈച്ച് കളർ ഈസ് ട്രൂ. ഓരോ നിറവും എന്താണ്? ഡിഫറെൻ്റ് ആണ്, വ്യത്യസ്തമാണ്. ദെൻ ഈച്ച് കളർ ഈസ് ട്രൂ. ഓരോ നിറവും സത്യമാണ്, ട്രൂ ആണെന്നാണല്ലേ പറയുന്നത്. ദെൻ വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്. ഐ ലവ് ദ കളേഴ്സ് ദാറ്റ് മെയ്ഡ് യു. ദെൻ ഓരോ നിറവും വ്യത്യസ്തമാണ്, ഓരോന്നും എന്താണ്? സത്യമുള്ളതാണെന്ന് പറഞ്ഞല്ലേ. ദെൻ നെക്സ്റ്റ് ലൈനിൽ ഈ ലൈൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ. വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് ദ എർത്ത്. ദെൻ ഐ ലവ് ദ കളേഴ്സ് ദാറ്റ് മെയ്ഡ് യു. നിങ്ങൾ സൃഷ്ടിച്ച നിറങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഐ ലവ് ദ കളേഴ്സ് ദാറ്റ് മെയ്ഡ് യു. നിങ്ങൾ നിർമ്മിച്ചിട്ടുള്ള നിറങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. നെക്സ്റ്റ് ലൈൻസ് നോക്കാം. വെൻ ഐ ടുക്ക് ഇൻ ദ ഐസ് ഓഫ് മൈ ഫ്രണ്ട്സ്. എൻ്റെ സുഹൃത്തുക്കളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഐ ക്യാൻ സീ ടോപ്പാസ് ആൻഡ് ഐ ക്യാൻ സീ സ്കൈ. ഐ ക്യാൻ സീ ടോപ്പാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു തരം രത്നമാണ്. ഓക്കെ, ഒരു രത്നത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോപ്പാസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഐ ക്യാൻ സീ സ്കൈ. പിന്നെ എന്ത് കാണാൻ കഴിയും? എനിക്ക് ആകാശം കാണാൻ കഴിയും. വെൻ ഐ ലുക്ക് അറ്റ് ദ ഐസ് ഓഫ് മൈ ഫ്രണ്ട്സ്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് രത്നവും അതുപോലെ എന്തും കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്? ആകാശവും കാണാൻ കഴിയും. ദ ഗ്രീൻ ആൻഡ് ദ ഗ്രേ ഓഫ് ദ സീ റോളിംഗ് ബൈ ആൻഡ് ദ ഡാസ്ലിംഗ് ബ്രൗൺ റിവർ ഇൻ ദ മോർണിംഗ്. അതുപോലെ എന്താ പറയുന്നത്? ഗ്രീൻ ആൻഡ് ദ ഗ്രേ ഓഫ് ദ സീ. കടലിൻ്റെ പച്ചയും ചാര നിറവുമുള്ള ഒഴുക്കല്ലേ, രാവിലത്തെ പച്ചയും ചാര നിറവുമുള്ള ഒഴുക്കും. അതുപോലെ തന്നെ എന്താ പറയുന്നത്? ആൻഡ് ഡാസ്ലിംഗ് ബ്രൗൺ ഇൻ റിവർ ഇൻ ദ മോർണിംഗ്. അതുപോലെ തവിട്ട് നിറത്തിലുള്ള നദിയും എനിക്ക് കാണാൻ കഴിയുമെന്നാണല്ലേ പറയുന്നത്. ദെൻ വെൻ ഐ ലുക്ക് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് മൈ ഫ്രണ്ട്സ് ഐ ക്യാൻ സീ ചെസ്റ്റ്നട്ട്, ഐ ക്യാൻ സീ കോൾ. വെൻ ഐ ലുക്ക് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് മൈ ഫ്രണ്ട്സ്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൈകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് എന്ത് കാണാൻ കഴിയും? ഐ ക്യാൻ സീ ചെസ്റ്റ്നട്ട്. ചെസ്റ്റ്നട്ട് ഒരു ട്രീയുടെ പേരാണല്ലേ. ദെൻ ഐ ക്യാൻ സീ കോൺ. അതുപോലെ തന്നെ ചോളം കാണാൻ പറ്റും എന്നാണല്ലേ പറയുന്നത്. ചോളത്തിൻ്റെയും ഗോതമ്പത്തിൻ്റെയും ഒക്കെ കോൺ എന്താണ്? ഗോതമ്പത്തിൻ്റെ ഒക്കെ നിറം എനിക്ക് കാണാൻ കഴിയുമെന്നാണല്ലേ പറയുന്നത്. യെസ്, ഐ ക്യാൻ സീ ചെസ്റ്റ്നട്ട്. ചെസ്റ്റ്നട്ടിനെ കാണാൻ കഴിയും. ദെൻ ഐ ക്യാൻ സീ കോൺ. അതുപോലെ തന്നെ കോണും കാണാൻ കഴിയും അല്ലേ. ദെൻ ദ കളേഴ്സ് ഓഫ് വീറ്റ് ആൻഡ് ഡാപ്പിൾഡ് ബ്രൗൺ ഫോൺ ആൻഡ് ദ സൺ കിസ്ഡ് ദ ബ്ലാക്ക് ട്രീസ് ഇൻ ദ മോർണിംഗ്. ദെൻ ദ കളേഴ്സ് ഓഫ് വീറ്റ്. വീറ്റിൻ്റെ നിറം, അതായത് ഗോതമ്പിൻ്റെ നിറം. ദെൻ ആൻഡ് ടാപ്പിൾഡ് ബ്രൗൺ ഓഫ് ഫോൺ. അതുപോലെ തന്നെ എന്താണ്? തവിട്ട് നിറമുള്ള ഫോൺ എന്ന് പറയുന്നതാണ് മാൻകുട്ടി അല്ലേ, മാൻകുട്ടിയെയും. ആൻഡ് ദ സൺ കിസ് ദ ബ്ലാക്ക് ട്രീസ് ഇൻ ദ മോർണിംഗ്. അതുപോലെ തന്നെ സൺ കിസ് ചെയ്തിട്ടുള്ള, അതായത് സൂര്യപ്രകാശം ചുംബിച്ച ബ്ലാക്ക് ട്രീസിനല്ലേ, കറുത്ത മരങ്ങളെയും എനിക്ക് എന്ത് ചെയ്യാൻ നിറങ്ങൾ കറുത്ത മരങ്ങളുടെയും നിറങ്ങൾ എനിക്ക് മോർണിംഗിൽ കാണാൻ സാധിക്കുമെന്നാണല്ലേ പറയുന്നത്. അപ്പം എന്താ ഈ വരികളിൽ പറയുന്നത്? കളർ ഓഫ് വീറ്റ് ആൻഡ് ഡ്രാപ്പിൾഡ് ബ്രൗൺ ഫോൺ ആൻഡ് ദ സൺ കിസ്ഡ് ബ്ലാക്ക് ട്രീസ് ഇൻ ദ മോർണിംഗ്. അതായത് എനിക്ക് ഗോതമ്പത്തിൻ്റെ നിറം
വെള്ളം കാണാനും അതുപോലെ തന്നെ പൊട്ടുകളുള്ള തവിട്ട് നിറമുള്ള മാൻകുട്ടിയെ കാണാനും മാൻകുട്ടിയെയും അതുപോലെ തന്നെ സൂര്യപ്രകാശം അല്ലേ സൺകിസ്ഡ് ബ്ലാക്ക് ട്രീസ് അല്ലേ സൂര്യപ്രകാശം ചുംബിച്ച കറുത്ത മരങ്ങളെയും മരങ്ങളുടെ നിറവും രാവിലെ എനിക്ക് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലൈൻ നോക്കാം. ടെൽ മീ ദ നെയിംസ് ഓഫ് കളേഴ്സ് ഓഫ് ദ എർത്ത്. ഭൂമിയുടെ നിറങ്ങളുടെ പേരുകൾ എന്നോട് പറയൂ. ഏതൊക്കെയാണ്? ദ പർപ്പിൾ ഓഫ് എഗ് പ്ലാന്റ്, അതുപോലെ വഴുതനങ്ങയുടെ എഗ് പ്ലാന്റ് എന്ന് പറഞ്ഞ വഴുതനങ്ങ അല്ലേ, അതവിടെ ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ എഗ് പ്ലാന്റിൻ്റെ. വഴുതനങ്ങയുടെ പർപ്പിൾ കളറ്. ദെൻ ഓറഞ്ച് ഓഫ് പീച്ച്, അതുപോലെ തന്നെ പീച്ചിൻ്റെ ഓറഞ്ച് അല്ലേ. ദെൻ ഗ്രീൻ ആൻഡ് ദ ബ്ലാക്ക് ഓഫ് ദ സ്റ്റോൺസ് ഓഫ് ദ ബീച്ച്. ദ ഗ്രീൻ ആൻഡ് ദ ബ്ലാക്ക് ഓഫ് ദ സ്റ്റോൺസ് ഓൺ ദ ബീച്ച്. ബീച്ചിൻ്റെ പീച്ചിൻ്റെയും അതുപോലെ തന്നെ ഓറഞ്ച് കടൽ തീരത്തെ കല്ലുകളുടെയും പച്ചയും കറുപ്പ് നിറത്തിലുള്ള രാവിലെ ആൻഡ് സൺ ഓൺ ദ മൗണ്ടെയിൻ ഇൻ ദ മോർണിംഗ്. രാവിലത്തെ മലയിൽ സൂര്യൻ്റെ കളർ എന്നിവയാണ് വേണമെന്നല്ലേ പറയുന്നത്. ടെൽ മീ ദ നെയിംസ് ഓഫ് ദ കളേഴ്സ് ഓഫ് ദ എർത്ത്, അതായത് ഭൂമിയുടെ നിറങ്ങളുടെ പേരുകൾ എന്നോട് പറയൂ. ദ പർപ്പിൾ ഓഫ് എഗ് പ്ലാന്റ്. എഗ് പ്ലാന്റിൻ്റെ കളർ എന്താണ്? പർപ്പിൾ അല്ലേ. ദെൻ ദ ഓറഞ്ച് ഓഫ് പീച്ച്, പീച്ചിൻ്റെ ഓറഞ്ച്. ദെൻ ദ ഗ്രീൻ ആൻഡ് ദ ബ്ലാക്ക് ഓഫ് ദ സ്റ്റോൺ ഓൺ ദ ബീച്ച്. അതുപോലെ തന്നെ ഗ്രീൻ പച്ച നിറത്തിലുള്ളയും ബ്ലാക്ക് നിറത്തിലുള്ള സ്റ്റോൺ ഉണ്ടാവില്ലേ ബീച്ചിലെ, അതവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇത് നമുക്ക് പിക്ചറിൽ കാണാനുണ്ട്. ആ കല്ലുകളുടെയും. ആൻഡ് ദ സൺ ഓൺ ദ മൗണ്ടെയിൻ ഇൻ ദ മോർണിംഗ്. രാവിലത്തെ മലയിലെ സൂര്യൻ്റെ കളറൊക്കെ എന്നിവയാണ് എന്നാണല്ലേ പറയുന്നത്. ഓക്കെ, ദെൻ നമുക്കിനി ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കിയാലോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് കളേഴ്സ് ആർ വി മെയ്ഡ് ഓഫ്? വാട്ട് കളേഴ്സ് ആർ വി മെയ്ഡ് ഓഫ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് കളേഴ്സ് വി ആർ മെയ്ഡ് ഓഫ്. നമ്മൾ ഏത് നിറങ്ങളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഫസ്റ്റ് ലൈനിൽ തന്നെ പറയുന്നുണ്ടല്ലേ. ഏത് വരികളിലാണ്? യെസ്, വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് ദ എർത്ത് അല്ലേ. ഭൂമിയുടെ നിറങ്ങൾ കൊണ്ടാണല്ലേ നമ്മളെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈച്ച് കളേഴ്സ് ഈസ് ഡിഫറെൻറ്റ്. ഓരോ നിറവും എന്താണ്? വ്യത്യസ്തമാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്. ഈച്ച് കളർ ഈസ് ഡിഫറെൻറ്റ്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് കളേഴ്സ് ക്യാൻ ദ സ്പീക്കർ സീൻ ഇൻ ദ ഐസ് ഓഫ് ദെയർ ഫ്രണ്ട്സ്? വാട്ട് കളേഴ്സ് ക്യാൻ ദ സ്പീക്കർ സീ ഇൻ ദ ഐസ് ഓഫ് ദെയർ ഫ്രണ്ട്സ്? അപ്പോൾ തൻ്റെ സുഹൃത്തുക്കളുടെ കണ്ണിൽ സ്പീക്കർക്ക് എന്ത് നിറങ്ങളാണ്, ഏതൊക്കെ നിറങ്ങളാണ് കാണാൻ കഴിയുന്നത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? യെസ്, ഇൻ ദ ഐസ് ഓഫ് ഹർ ഫ്രണ്ട്സ് ദ സ്പീക്കേഴ്സ് ക്യാൻ സീ ടോപ്പാസ്, ദെൻ ദ കളർ ഓഫ് ദ സ്കൈ, ദ ഗ്രീൻ ആൻഡ് ദ ഗ്രേ ഓഫ് ദ സീ റോളിംഗ് ബൈ, ആൻഡ് ദ ഡാസ്ലിംഗ് ബ്രൗൺ ഓഫ് ദ റിവർ ഇൻ ദ മോർണിംഗ്. അപ്പോൾ എന്തൊക്കെയാണ്? ടോപ്പാസ് കാണാൻ കഴിയുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ ആകാശത്തിൻ്റെ നിറം, കളേഴ്സ് ഓഫ് ദ സ്കൈ, ദെൻ ഗ്രീൻ ആൻഡ് ദ ഗ്രേ ഓഫ് ദ സീ റോളിംഗ് ബൈ, ആൻഡ് ഡാസ്ലിംഗ് ബ്രൗൺ ഇൻ ദ റിവർ ഇൻ ദ മോർണിംഗ്. ആകാശത്തിൻ്റെ നിറം, അതുപോലെ തന്നെ കടലിൻ്റെ പച്ചയും ചാരവും നിറവും, അതുപോലെ തന്നെ എന്താണ്? രാവിലെ നദിയുടെ തിളങ്ങുന്ന തവിട്ട് നിറവൊക്കെ കാണാൻ സാധിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? ഇൻ ദ ഐസ് ഓഫ് ഹർ ഫ്രണ്ട്സ് ദ സ്പീക്കർ ക്യാൻ സീ ടോപ്പാസ്, ദ കളർ ഓഫ് ദ സ്കൈ, ദ ഗ്രീൻ ആൻഡ് ദ ഗ്രേ ഓഫ് ദ സീ റോളിംഗ് ബൈ, ആൻഡ് ദ ഡാസ്ലിംഗ് ബ്രൗൺ ഓഫ് ദ റിവർ ഇൻ ദ മോർണിംഗ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് നാച്ചുറൽ തിങ്സ് ഡസ് ദ സ്പീക്കർ മെൻഷൻ ഇൻ ദ പോയം? വാട്ട് നാച്ചുറൽ തിങ്സ് ഡസ് ദ സ്പീക്കർ മെൻഷൻ ഇൻ ദ പോയം? ഈ പോയത്തിൽ സ്പീക്കർ മെൻഷൻ ചെയ്തിട്ടുള്ള നാച്ചുറൽ തിങ്സ് എന്തൊക്കെയാണ്? പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് പരാമർശിച്ചിട്ടുള്ളത് ഇതിൽ? മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? യെസ്, ഇൻ ദ സോങ് ദ നാച്ചുറൽ തിങ്സ് ദ സ്പീക്കർ മെൻഷൻ ആർ ദ സ്കൈ, ദ സീ, ദ റിവർ, ദ സൺ ആൻഡ് ദ മൗണ്ടെയിൻ അല്ലേ. നദിയുണ്ട്, കടലുണ്ട്, സൂര്യനുണ്ട്, പർവ്വതം, ആകാശം ഇവയൊക്കെയാണ് അല്ലേ. അപ്പോൾ ആൻസർ ഇൻ ദ സോങ് ദ നാച്ചുറൽ തിങ്സ് ദ സ്പീക്കർ മെൻഷൻ ആർ ദ സ്കൈ, ദ സീ, ദ റിവർ ആൻഡ് ദ സൺ ആൻഡ് ദ മൗണ്ടെയിൻ. ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സ്പീക്കർ ട്രൈങ് ടു കൺവേ അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് നേച്ചർ? ഹ്യൂമണും നേച്ചറും തമ്മിലുള്ള, അതായത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ട് ഇവിടെ സ്പീക്കർ എങ്ങനെയാണ് പറയാൻ ശ്രമിക്കുന്നത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദ സ്പീക്കർ ട്രൈങ് ടു കൺവേ അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് നേച്ചർ? എങ്ങനെയാണ്? യെസ്, അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് നേച്ചർ ദ സ്പീക്കർ ഈസ് ട്രൈങ് ടു കൺവേ ദ ഇന്റർ കണക്റ്റഡ്. അപ്പോൾ തമ്മിൽ ഇന്റർ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ദ ഷെയർ ദ സെയിം കളേഴ്സ്, ദേ ഷെയർ ദ സെയിം കളേഴ്സ്. അതായത് മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം എന്ത് ചെയ്യുന്നു? പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് അല്ലേ സ്പീക്കർ പറയുന്നത്. അപ്പോൾ അവ ഒരേ നിറങ്ങൾ പങ്കിടുന്നു എന്നാണല്ലേ പറയുന്നത്. ഷെയർ ദ സെയിം കളേഴ്സ്.
ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് കളേഴ്സ് ഡസ് ദ സ്പീക്കർ സീ ഓൺ ദ ബീച്ച്? ബീച്ചിൽ ഏത് കളറാണ് സ്പീക്കറിന് കാണാൻ സാധിക്കുന്നത്? ബീച്ചിൽ സ്പീക്കർ ഏത് നിറാണ് കാണുന്നത്? യെസ്, ഓൺ ദ ബീച്ച് ദ സ്പീക്കർ സീസ് ദ പർപ്പിൾ ഓഫ് എഗ് പ്ലാന്റ് അല്ലേ. ദെൻ ദ ഓറഞ്ച് ഓഫ് പീച്ച്, ദ ഗ്രേ, ദ ഗ്രീൻ ആൻഡ് ദ ബ്ലാക്ക് ഓഫ് ദ സ്റ്റോൺസ്. കടൽ തീരത്ത് സ്പീക്കർ എന്ത് ചെയ്യുന്നുണ്ട്? വഴുതനങ്ങയുടെ പർപ്പിൾ കളർ, അതുപോലെ തന്നെ പീച്ചിൻ്റെ ഓറഞ്ച് അല്ലേ. ദെൻ ദ ഗ്രീൻ ആൻഡ് ദ ബ്ലാക്ക് ഓഫ് ദ സമുദ്ര തീരത്തുള്ള കല്ലുകളുടെ പച്ച, കറുപ്പ് എന്നിവയൊക്കെയാണ് അല്ലേ കാണുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? ഓൺ ദ ബീച്ച് ദ സ്പീക്കർ സീസ് ദ പർപ്പിൾ ഓഫ് എഗ് പ്ലാന്റ്, ദ ഓറഞ്ച് ഓഫ് പീസ്, ദ ഗ്രേ, ദ ഗ്രീൻ ആൻഡ് ദ ബ്ലാക്ക് ഓഫ് ദ സ്റ്റോൺസ്. Okay, the next question. What thing described in the song attract you most? The why? വാട്ട് തിങ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദി സോങ് അട്രാക്ട് യു ദ മോസ്റ്റ്? വൈ? നിങ്ങളെ ഈ പാട്ടിൽ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുക, ആകർഷിക്കുക അല്ലേ. ആകർഷിച്ചിട്ടുള്ള, വിവരിച്ചിരിക്കുന്ന, ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടെന്നും ചോദിച്ചിട്ടുണ്ട് അല്ലേ, വൈ എന്നും ചോദിച്ചിട്ടുണ്ട്. ഈ പാട്ടിൽ വിവരിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് എന്താണ്, എന്തുകൊണ്ട്, വൈ? എന്തുകൊണ്ട്? നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇവിടെ കൊടുക്കുന്നത് ദ തിങ് ഡിസ്ക്രൈബ്ഡ് ഇൻ സ്ട്രോങ് അട്രാക്ട് മീ ദ മോസ്റ്റ് ഗ്രീൻ ആൻഡ് ദ ഗ്രേ ഓഫ് ദ സീ റോളിംഗ് ബൈ ആൻഡ് ദ ഡസ്ലിംഗ് ബ്രൗൺ ദ റിവർ ഇൻ ദ മോർണിംഗ്. ഇത് പാട്ടിൽ വിവരിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് എന്താണ്? ഇസ് ദ മോസ്റ്റ് ആൻഡ് ഗ്രീൻ ആൻഡ് ദ ഗ്രേ ഓഫ് ദ സീ റോളിംഗ് ബൈ ആൻഡ് ദ ഡസ്ലിംഗ് ബ്രൗൺ റിവർ ഇൻ ദ മോർണിംഗ്. അതായത് കടലിൻ്റെ പച്ചയും ചാര നിറവും കലർന്നൊഴുക്കും രാവിലെ തിളങ്ങുന്ന തവിട്ട് നിറത്തിലുള്ള നദിയുമാണ് എന്നെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. ഞാൻ റീസൺ എഴുതാം അല്ലേ. ഐ ലവ് ആൻഡ് സീ ആൻഡ് ദ റിവർ. എനിക്ക് കടലും നദിയൊക്കെ എന്താണ് ഇഷ്ടമാണ്. ഐ ലൈക്ക് ദ വാസ്റ്റ് സീസ് ആൻഡ് മെൻഡറിങ് റിവേഴ്സ് വിത്ത് ദ റിച്ച് വെറൈറ്റീസ് ഓഫ് ലൈഫ് ആൻഡ് ഡാസ്ലിംഗ് ബ്യൂട്ടി. അതായത് ഇവിടെ എന്താണ്? ജീവിതത്തിൻ്റെ സമ്പന്നമായ വൈവിധ്യവും അതിശയിപ്പിക്കുന്ന സൗന്ദര്യമുള്ള വിശാലമായ കടലുകളും അതുപോലെ തന്നെ വളഞ്ഞു പുഴഞ്ഞ് ഒഴുകുന്ന നദികളൊക്കെ എനിക്ക് ഏറെ ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടത് ഒരു ഡിസ്ക്രിപ്ഷനാണ് അല്ലേ. പാട്ടിൽ വിവരിച്ചിരിക്കുന്ന ഈ ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് എന്ത് ചെയ്യുക, നിങ്ങളെ അട്രാക്ട് ചെയ്തിട്ടുള്ള ഏതാണോ നിങ്ങൾ എഴുതുക. റീസണും കൂടി, ഇഷ്ടപ്പെടാനുള്ള കാരണവും കൂടി എഴുതുക. ഓക്കെ, ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദെൻ ആക്ടിവിറ്റീസ് ആണ്. ലിസ്റ്റ് ഔട്ട് ദ കളേഴ്സ് മെൻഷൻ ഇൻ ദ സോങ് ദ കളേഴ്സ് ഓഫ് എർത്ത് എന്ന സോങ്ങിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കളേഴ്സ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? ചെസ്നട്ട് ഉണ്ട്, ടൊപ്പാസ് ഉണ്ട്, പിന്നെ ഏതൊക്കെയാണ്? ഗ്രീൻ, ഗ്രേ, ബ്രൗൺ, ബ്ലാക്ക്, പർപ്പിൾ, ഓറഞ്ച്, ഇതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? ഗ്രീൻ, ഗ്രേ, ബ്രൗൺ, ബ്ലാക്ക്, പർപ്പിൾ ആൻഡ് ഓറഞ്ച്. നെക്സ്റ്റ് നോക്കാം. നേച്ചർ ഈസ് ഫുൾ ഓഫ് ബ്യൂട്ടിഫുൾ കളേഴ്സ് ദാറ്റ് ഇൻസ്പയർസ്. Each shade reflects the world around us. There are some colors that go with fruits. Add few more. കുറച്ചുകൂടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആപ്പിൾ എന്ത് കളറാണ്? റെഡ് ആണല്ലേ. ദെൻ ബനാന യെല്ലോ. ഇനി നമുക്ക് ഏതൊക്കെ എഴുതാം? ഗ്രീന് മെലോൺസ് എഴുതാം അല്ലേ. ദെൻ പർപ്പിൾ ഫിഗ്സ് എഴുതാം അല്ലേ. ദെൻ പിങ്ക് സ്ട്രോബെറീസ്, ബ്ലൂ ബെറീസ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഫ്രൂട്ട്സും എഴുതുക, അതുപോലെ എന്ത് ചെയ്യുക? കളറും എഴുതുക. ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ പേരും കളറും നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതൊക്കെ ഇവിടെ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സം കളേഴ്സ് ക്യാൻ ബി പെയർഡ് വിത്ത് ഒബ്ജക്ട്സ് ഓർ നാച്ചുറൽ ഫിനോമിന. റൈറ്റ് ഫ്യൂ മോർ. ഇനി ചില ഒബ്ജക്ട്സിന് അതുപോലെ തന്നെ നാച്ചുറൽ ഫിനോമിനയ്ക്കൊക്കെ ഒരു വൃത്തിയായിട്ടൊരു കളർ ഉണ്ടാവും അല്ലേ. ഉദാഹരണത്തിന് നോക്കൂ, സ്കൈയുടെ കളർ എന്താണ്? ബ്ലൂ ആണല്ലേ. അതുപോലെ ഓറഞ്ച്, സൺസെറ്റിൻ്റെ കളർ എന്താണ്? ഓറഞ്ച് ആണ്. അതുപോലെയുള്ള നാച്ചുറൽ ഫിനോമിന അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ഒക്കെ ഇതുപോലെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഏതൊക്കെ എഴുതാനി? ഡൗണ് ഏത് കളറായിരിക്കും? ഒരു ഗോൾഡൻ കളറായിരിക്കും അല്ലേ. നൈറ്റോ ഡാർക്ക് കളറാവില്ല, ഇരുട്ടല്ലേ. ദെൻ ലാവയുടെ കളർ എന്തായിരിക്കും? റെഡ്. സോയില് ബ്ലാക്ക്. മൂൺ ഏത് നിറമായിരിക്കും? വൈറ്റ് അല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? നാച്ചുറൽ ഫിനോമിന അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ഒക്കെ ഇതുപോലെ എന്ത് ചെയ്യുക? ഒരു കളർ ഉണ്ടാവില്ല അവയ്ക്ക്, അതും കൂടി എഴുതുക. ഓക്കെ, ഇതുപോലെ എക്സാമ്പിൾ തന്നിട്ടില്ല, ഇതുപോലുള്ള നാച്ചുറൽ ഫിനോമിനയുടെ കളറും എഴുതുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഫ്യൂ കളേഴ്സ് ആർ പെയർഡ് വിത്ത് ഫുഡ് ഐറ്റംസ്. ഗിവ് മോർ എക്സാമ്പിൾ. നോക്കൂ, ചോക്ലേറ്റിന് ബ്രൗൺ കളറായിരിക്കും അല്ലേ. ടൊമാറ്റോയ്ക്ക് റെഡ് കളറായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഫുഡ് ഐറ്റംസിൻ്റെ കളർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ നമുക്ക് നെക്സ്റ്റ് എഴുതാം വൈറ്റ്. പുഡിങ്ങിന് എന്തായിരിക്കും? വൈറ്റ് കളറായിരിക്കും. ദെൻ ബ്രെഡിന് എന്ത് കളറായിരിക്കും? ബ്രൗൺ ആയിരിക്കും.
വൈറ്റ് കളറും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യും, ഫുഡ് ഐറ്റംസും അതിൻ്റെ കളറും എഴുതാം. എളുപ്പമല്ലേ ഇതൊക്കെ എഴുതാൻ? യെസ്, റീഡ് ദ ലൈൻസ് ബിലോ. ദ ഗ്രീൻ ആൻഡ് ദ ഗ്രേ ഓഫ് ദ സീ റോളിംഗ് ബൈ ആൻഡ് ദ ഡാസ്ലിംഗ് ബ്രൗൺ റിവർ ഇൻ ദ മോർണിംഗ്. അപ്പോൾ എന്താ ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ഔട്ട് ദ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഓഫ് ദ ഒബ്ജക്ട്സ് ഓർ നാച്ചുറൽ ഫിനോമിന. എന്താണ് നാച്ചുറൽ ഫിനോമിനയുടെ അതുപോലെ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ ഒബ്ജക്ട്സിൻ്റെ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വരികൾ തന്നിട്ടുള്ളതിൽ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഏതൊക്കെയാണ്? ഗ്രീൻ ഉണ്ടല്ലേ, ദെൻ ഗ്രേ, ഡാസ്ലിംഗ്, ഇവയൊക്കെ എന്താണ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് അല്ലേ? ഏതൊക്കെയാണ്? ഗ്രീൻ, ഗ്രേ, ഡാസ്ലിംഗ്. ദെൻ ഫൈൻഡ് സിമിലർ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഫ്രം ദ ഒബ്ജക്ട്സ് ഓർ നാച്ചുറൽ ഫിനോമിന ഫ്രം ദ സോങ്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് നമ്മൾ പഠിച്ചില്ലേ, ആ പോയത്തിൽ നിന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ എഴുതാം? ഈച്ച്, ട്രൂ, ഡാപ്പിൾ, ബ്രൗൺ, സൺ കിസ്ഡ്, ബ്ലാക്ക്, പർപ്പിൾ, ഓറഞ്ച്, ഇതൊക്കെ എന്താണ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് അല്ലേ? അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, പോയത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് സെൻറ്റൻസസ് ഓഫ് യുവർ ഓൺ യൂസിങ് വേർഡ്സ് യു ഹാവ് ഫൗണ്ട് ഔട്ട്. അപ്പോൾ നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള, നമ്മളിപ്പോൾ ഒരുപാട് പറഞ്ഞല്ലേ ഡിസ്ക്രൈബിംഗ് വേർഡ്സ്, ആ കണ്ടെത്തിയിട്ടുള്ള ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? സെൻറ്റൻസ് മേക്ക് ചെയ്യണം. നമുക്ക് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഐ വാസ് വാക്കിംഗ് ബൈ സൺകിസ്ഡ് ബിൽഡിംഗ്, ദെൻ ദ ഗ്രീൻ ഓഫ് ദർ യൂണിഫോം വാസ് ഡാസ്ലിംഗ്. അപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് എഴുതി വെച്ചിട്ട് ഓരോ സെൻറ്റൻസ് ആക്കി എഴുതിയാലോ? ഓക്കെ, നെക്സ്റ്റ് എഴുതാൻ നമുക്ക്. ഈച്ച് സ്റ്റുഡൻറ്റ് ഷുഡ് ബോറിംഗ് ഹിസ് ടെക്സ്റ്റ് ബുക്ക്. ദെൻ റോസി ഈസ് മൈ ട്രൂ ഫ്രണ്ട്. ദെൻ യെസ്റ്റർഡേ അവർ കൗ bought to dappled calf. Then Indians generally have brown color. The black people of Africa are proud of their color. Then for the birthday, she bought a purple dress. Then our teacher wore an orange saree yesterday. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ സെൻറ്റൻസ് നിങ്ങൾ എഴുതുമല്ലോ. ഓക്കെ, ദെൻ വിച്ച് കളർ ഡു യു ലൈക്ക് ദ മോസ്റ്റ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നാണ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. ഇഷ്ടമുള്ള കളർ എഴുതാം. ഇവിടെ കൊടുക്കുന്നത് ഐ ലൈക്ക് വൈറ്റ് കളർ ബിക്കോസ് ഇറ്റ് റെപ്രസെൻറ്റ് പ്യൂരിറ്റി അല്ലേ. ഐ ലൈക്ക് ദ വൈറ്റ് കളർ ബിക്കോസ് റെപ്രസെൻറ്റ് പ്യൂരിറ്റി. ഓക്കെ, ദെൻ റൈറ്റ് ദ നെയിംസ് ഓഫ് ആസ് മെനി കളേഴ്സ് ആസ് പോസിബിൾ യു ക്യാൻ തിങ്ക് ഓഫ്. ഒരുപാട് കളർ ഉണ്ട് അല്ലേ, നിങ്ങൾക്ക് ഒരുപാട് കളർ അറിയാലോ. അപ്പോൾ ഏതൊക്കെയാണ്? ബ്ലൂ, ബ്രൗൺ, ബ്ലാക്ക്, കോറൽ, ഗ്രീൻ, മെറൂൺ, മജന്ത, ഇൻഡിഗോ, ഓറഞ്ച്, ഒലീവ്, പിങ്ക്, പേർപ്പിൾ, പീച്ച്, റെഡ്, സിൽവർ, വയലറ്റ്, വൈറ്റ്, യെല്ലോ, അങ്ങനെ ഒരുപാട് കളർ ഉണ്ടല്ലോ. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ എഴുതാം. ഓക്കെ, ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? സിറ്റിംഗ് ഗ്രൂപ്പ്സ് ആൻഡ് ഫ്രണ്ട് പിക്ചർ ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ഫ്രം ദ മാഗസിൻ, ന്യൂസ് പേപ്പർ, ഓൾഡ് കാലണ്ടർ, ഡിസൈൻ എ ചാർട്ട് ടു ഷോ യുവർ കളർ work. Then each group can add a creative title to the chart and present in the class explaining why you picked each item. ഇതിപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്, ചെയ്തിട്ടുണ്ടാവും അല്ലേ. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണ്? കൊറിയോഗ്രാഫ് ദ സോങ് ഇൻ ദ ക്ലാസ് ഓർ സ്കൂൾ ഓഡിറ്റോറിയം, കൺസിഡർ ദ പോയിന്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സോങ് നിങ്ങളുടെ ക്ലാസ്സിൽ കൊറിയോഗ്രാഫ് ചെയ്ത് ചെയ്യാനാണല്ലേ പറഞ്ഞുള്ളത്. സ്കൂൾ ഓഡിറ്റോറിയത്തിലോ ക്ലാസ് റൂമിലൊക്കെ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കീപ് ഇറ്റ് സ്മൈൽ, പുഞ്ചിരിച്ചു കൊണ്ട് വേണം അല്ലേ ചെയ്യാൻ. മേക്ക് ഇറ്റ് ഫൺ, അതായത് പിന്നെ ഫണ്ണായിട്ട് ചെയ്യണം. ദെൻ യൂസ് മാസ്ക് ഫ്രം ഡിഫറെൻറ്റ് കളേഴ്സ്, വ്യത്യസ്ത നിറത്തിലുള്ള മാസ്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ദ ഡിസൈൻ സ്റ്റെപ്സ് ദാറ്റ് എവരി വൺ ക്യാൻ ഡു. ഓക്കെ, അപ്പോൾ സ്റ്റെപ്സ് ഒക്കെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ സോങ് നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് അവതരിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് അല്ലേ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷനും ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.